മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം. ഇടതുമുന്നണിയുടെ ശിഥിലീകരണം എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDFന്റെ ശിഥിലീകരണം എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇപ്പോഴും പറയുന്നു ഒരു കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നക്ഷത്ര ചിഹ്നങ്ങളുള്ള ചോദ്യങ്ങളോട് പോലും മുഖം തിരിച്ചിരിക്കുകയാണ് എന്നടക്കം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ പറയുന്ന ഹിന്ദുമായുള്ള അഭിമുഖത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾ ഈ പറയുന്ന സുബ്രഹ്മണ്യനാണ്. അയാൾ മുൻ CPM MLA മകനാണ്, CPM നേതാവിൻ്റെ മകനാണ് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഷഫീദ് റാവുത്തറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചോദിച്ചു ഏത് സുബ്രഹ്മണ്യൻ, ഏത് PR എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചകൾ പറയുന്നവരൊക്കെ നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആ വാർത്ത സ്ഥിരീകരിക്കുന്നു. സുബ്രഹ്മണ്യൻ ആ റൂമിലുണ്ടായിരുന്നു. ഈ പറയുന്ന വിനീത് ഹാണ്ട എന്ന് പറയുന്ന ഈ കെൻസണിൻ്റെ CEO ആ റൂമിലുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി ഇന്ന് സ്ഥിരീകരിക്കുകയാണ് ഷഫീദ്. ഹാഷ്മി, ഉറപ്പായിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വിശദീകരണത്തിലേക്കോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വിഭജന നീക്കത്തിനുള്ള ശ്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത പോലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഡൽഹി കേരള ഹൗസിൽ നടക്കുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഈ കെയ്സൺ ഗ്ലോബലിന്റെ 2 പ്രതിനിധികൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഹിന്ദു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതിൽ ഒരാൾ രേഖാമൂലം തങ്ങൾക്ക് വിവാദമായിട്ടുള്ള ഭാഗം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഭാഗമെന്ന രീതിയിൽ ഉൾപ്പെടുത്താൻ തന്നു എന്നുള്ളതാണ് ഹിന്ദുവിന്റെ വിശദീകരണം. ഏതായാലും അവിടെ ഉണ്ടായിരുന്നതിൽ 2 പേരിൽ ഒരാൾ മുൻ ഹരിപ്പാട് CPMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം എന്നുള്ള നമ്മളുടെ വാർത്ത മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം, അതായത് പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ ഹിന്ദു ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അത്ര ലളിതമായി അതല്ലെങ്കിൽ അത്ര ലാഘവത്വത്തിൽ മുഖ്യമന്ത്രി അത് പറഞ്ഞവസാനിക്കുമ്പോൾ ചോദ്യങ്ങൾ നിരവധി ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം അവിടെ ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാർ അതിന് ശ്രമിച്ചോ എന്നല്ലെങ്കിൽ 2 പേർ, അതിലൊരാൾ മുൻപ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൈസൺ ഗ്ലോബലിന്റെ CEO വിനീത് ഹാണ്ടയാണ്. അപ്പോൾ അങ്ങനെ അവരിൽ ഒരാൾ ശ്രമിച്ചോ എന്നുള്ള ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ആ ചോദ്യത്തിനുള്ള എന്തൊരു ബാലിശമായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ആ വാദം ഉണ്ടാവും നിരാശപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ഹിന്ദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് അഭിമുഖം നടത്തുമ്പോൾ അതുവഴി വന്ന ഒരാൾ അവിടെ കയറുന്നു. അത് മുഖ്യമന്ത്രി വിചാരിക്കുന്നു ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്കൊപ്പം വന്ന ആളാണ് എന്ന് മുഖ്യമന്ത്രി കരുതുന്നു. അയാൾ അഭിമുഖം തീരുവോളം അവിടെ ഇരിക്കുന്നു. അത് മുഖ്യമന്ത്രിക്ക് ആരാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഗൺമാനോ പോലീസ് സംഘത്തിനോ സുരക്ഷാ സംവിധാനങ്ങൾക്കോ ഒന്നും അയാൾ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ ബാലിശവാദങ്ങളാണ് ഷഫീദ്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ മറുപടിയില്ല. അല്ലെങ്കിൽ മറുപടി പറഞ്ഞ് വീണ്ടും ഇതിലേക്ക് ചെന്ന് പെടാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഒരു ഊരാക്കുടുക്കിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഹിന്ദുവിനെതിരെ ഈ വിഷയത്തിൽ നിയമ നടപടിക്ക് സർക്കാരിന് കഴിയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ആ അഭിമുഖം തന്നെ വന്നത് PR ഏജൻസി മുഖേനയാണ് എന്നുള്ള ഹിന്ദു വാർത്താക്കുറിപ്പ്, അതൊരു വെറും വാർത്താക്കുറിപ്പല്ല, ഔദ്യോഗികമായി രാജ്യത്തെ ഒരു ദേശീയ ദിനപത്രം അവർ നൽകുന്ന ഒരു വാർത്താക്കുറിപ്പാണ്. അപ്പോൾ കൈസൺ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയുടെ അക്കാര്യത്തിലെ ഇടപെടൽ, അക്കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. മുഖ്യമന്ത്രി എത്ര നിഷേധിച്ചാലും ഒരു പക്ഷേ കൈസൺ ഗ്ലോബലിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ എങ്ങനെ കൈസൺ ഗ്ലോബൽ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയുടെ CEO വിനീത് ഹാണ്ഡെ മുഖ്യമന്ത്രി ശോഭന K നായർ എന്ന ഹിന്ദുവിന്റെ സീനിയർ മോസ്റ്റ് മാധ്യമ പ്രവർത്തക ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ എങ്ങനെ വിനീത് ഹാണ്ഡെ എന്ന് പറയപ്പെടുന്ന CEO എത്തുന്നു എന്നുള്ള ചോദ്യം ഉറപ്പാണ്. സ്വാഭാവികമായും ഈ TD സുബ്രഹ്മണ്യത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാം, പരിചയക്കാരനായ ചെറുപ്പക്കാരൻ തന്നെ സമീപിച്ചു, അങ്ങനെ അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊഴിയാം. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, സംസ്ഥാനത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു വിവരം അതെങ്ങനെ മുഖ്യമന്ത്രിയുടെ എന്ന പേരിൽ ദുർവ്യാഖ്യാനം ചെയ്ത ഉൾപ്പെടുത്താൻ ഈ 2 പേരിൽ ഒരാൾ എന്ന് വേണം സംശയിക്കാൻ. കാരണം ഹിന്ദു അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 പേരിൽ ഒരാൾ ശ്രമിച്ചോ, ആ ശ്രമം ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മൗനമാണ് മറുപടി. ഹാഷ്മി, ഷഫീദ്, ഇതിപ്പോൾ ADGP M R അജിത്കുമാറിൻ്റെ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്തവണ്ണം ഏതെങ്കിലും ഒരു ADGPക്കെതിരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര അധികം അന്വേഷണം ഉണ്ടായ ഒരു കാലയളവ് ഉണ്ടായെന്നറിയില്ല. അത് സംസ്ഥാന പോലീസ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിക്കുന്നു, ഇന്റലിജൻസ് ADGP അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് ADGP അന്വേഷിക്കുന്നു. അങ്ങനെ പോലീസിൻ്റെ വിഭാഗങ്ങളിലെ സകല തലപ്പത്തിരിക്കുന്നവരും ADGPക്ക് അന്വേഷണം നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ADGP ആ ക്രമസമാധാന മേലങ്കി അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ മാറ്റാൻ ഷഫീദ്, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് കൊടുത്ത റിപ്പോർട്ടിൽ പൂരത്തിൽ ADGPക്ക് വീഴ്ചയുണ്ടായി എന്ന് പറയുന്നുണ്ട്. DGP കൊടുത്ത റിപ്പോർട്ടിൽ ആ DGP തന്നെ കൂടുതൽ അന്വേഷിച്ച് വരട്ടെ എന്നൊക്കെ പറയുന്നതിലൂടെ M R അജിത്കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറേ അല്ല എന്ന പ്രഖ്യാപനമാണ്. അത് ചിരിച്ചുകൊണ്ടാണെങ്കിൽ കൂടിയും CM പറയുന്നത്. ഷഫീദ്.
ലക്ഷ്മി, അതിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യമില്ല. കാരണം മുഖ്യമന്ത്രി എം ആർ അജിത്കുമാറിനെ സംരക്ഷിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. കാരണം സംസ്ഥാന പോലീസ് മേധാവി, അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പിലെ ഒന്നാമൻ പറയുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് തൃശൂർ പൂരം നടത്തിപ്പിൽ അല്ലെങ്കിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളത് അത് റിപ്പോർട്ടായി ആഭ്യന്തര വകുപ്പിലേക്കും ആഭ്യന്തര വകുപ്പ് വഴി മുഖ്യമന്ത്രിയുടെ ടേബിളിലേക്കും അത് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കണ്ടിട്ടുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് വീണ്ടും അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് വേണം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ചട്ടപരമായ നടപടിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അങ്ങനെയല്ല എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. നമുക്കും ആ രീതിയിലുള്ള ഒരു അഭിപ്രായം തന്നെ അക്കാര്യത്തിലേക്ക് ഉണ്ടാകേണ്ട സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ കാര്യം മുഖ്യമന്ത്രി പറയുന്നു, ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പോലീസ് തലപ്പത്തെ ക്രമസമാധാനം നോക്കുന്ന രണ്ടാമൻ, ക്രമസമാധാന ചുമതലയുള്ള ADGP, ആ ADGPക്കെതിരെ PV അൻവറിന്റെ ആരോപണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മറ്റൊരു DGP അന്വേഷണം നടത്തുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ വീണ്ടും പോലീസ് മേധാവി തന്നെ മറ്റൊരു വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണമൊന്നും വെറുതെ നടക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി അത് കണ്ണടച്ചിരുട്ടാക്കുകയാണോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കണ്ണടച്ചിരുട്ടാക്കി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനവും അതിലെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളും. ഇനി ഇക്കാര്യത്തിൽ CPI നിലപാടാണ് നിർണായകമാകാൻ പോവുക. CPI ഉറച്ച നിലപാടിലാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പലകുറി. ഇന്നും ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം വന്നപ്പോൾ ശക്തമായുള്ള വാദം ഉന്നയിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തിനൊടുവിലെങ്കിലും മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് വന്നതിന് ശേഷമെങ്കിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിടാൻ തയ്യാറാകുമോ? സസ്പെൻഷൻ ഒന്നും കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ആ കടുത്ത അതിർത്തിയിൽ ഘടകകക്ഷികളുണ്ട്. RJD എതിർപ്പ് പരസ്യമാക്കുന്നു. അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്ന നിലപാട് സ്വീകരിക്കുന്നു RJD. മിനിമം അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റാൻ തയ്യാറാകണം എന്ന് LDF യോഗത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ടാണെന്ന് പറയുന്നു. ഒന്നും നടക്കുന്നില്ല എന്ന് അതൃപ്തിയർ പറയുന്നു. PR വിഭാഗത്തിലും അവർക്ക് അതൃപ്തിയുണ്ട്. അഭിമുഖം തെറ്റായി നൽകിയെങ്കിൽ ഇച്ഛാശക്തിയോടെ നടപടിയെടുക്കുകയാണ് വേണ്ടത് എന്നുകൂടി പറയുകയാണ് RJD. അപ്പോൾ അത് നമുക്ക് നോക്കാം.